ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക ചിപ്സ് തയ്യാറാക്കിയാലോ. ചക്കയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുക. പക്ഷെ ചക്ക വറുത്തുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാ എളുപ്പത്തിൽ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൻ്റെ രാത്രി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കടച്ചക്ക കാണാൻ നമുക്ക് ചക്ക ഉണ്ട്, അതുപോലെ കായക്കൊലകളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി നമ്മളിതുപോലെ കടച്ചക്ക അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കടച്ചക്ക വറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ അതേ 5 കടച്ചക്ക എടുത്തിരിക്കുന്നത് കേട്ടോ. കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക എന്നൊക്കെ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിന്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരെ. നല്ല ടേസ്റ്റിയാണ് ഇത് വറുത്തത് ശരിക്കും. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേക്കാട്ടെ. ഇതിന് പശുവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അതിനുശേഷം പീലർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പീൽ ചെയ്തെടുക്കുക. അമ്മയാണ് പീൽ ചെയ്തെടുക്കുന്നത്. പീലർ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ആ ഒരു പച്ച കളറ് മുഴുവനായിട്ട് അങ്ങോട്ട് മാറണം കേട്ടോ. കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയ കാരണം ഇതിന് നല്ല ചോണ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, ഈസി ആയിട്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിപ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാലിയാവും. നല്ല ടേസ്റ്റിയാണ്, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടോ, ഒരെണ്ണം ഇതുപോലെ തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും നമുക്ക് തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം. അതിന് ശേഷം എങ്ങനെ കട്ട് ചെയ്തെടുക്കണേന്ന് കാണിക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്താലോ. ഇതാ ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു തണ്ടിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അത് വേണ്ട. ഇതാ ഇതുപോലെ എല്ലാം നമുക്ക് മുറിച്ച് വയ്ക്കാം. ഇത് നമ്മൾ കഴുകുമല്ലോ ഒന്നും കൂടി. ഇതൊന്നും കൂടി നമ്മൾ കഴുകിയെടുക്കും കേട്ടോ. എന്നിട്ട് വറുത്തെടുക്കുള്ളൂ. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മളെടുക്കണ ഈ ഒരു കടച്ചക്ക ഉണ്ടല്ലോ, അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര സൈസിൽ ചിപ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് ഇപ്പോൾ ഇത് പൊളിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈസ് മതിയാവും കേട്ടോ. കുറച്ച് വീതിയിലാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുക. എല്ലാം ചെയ്തെടുക്കട്ടെ, അതിന് ശേഷം കാണിക്കാം. കട്ട് ചെയ്തത് വെള്ളത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ വെള്ളത്തിൽ ഒരുപാട് സമയം ഇട്ട് വെക്കേണ്ട. ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക, തുടച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാഫായിട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എന്നിട്ട് തൊലി കളഞ്ഞെടുക്കണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. മുഴുവനോട് കൂടി തൊലി കളഞ്ഞെടുക്കണേക്കാളും എളുപ്പമാണ് കേട്ടോ. നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകാട്ടെ. ഇതിൻ്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കറിയും അതുപോലെ പശയുണ്ടല്ലോ ഇതിന്, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കണത്. വെള്ളത്തിലിട്ട് വെക്കേണ്ട, കഴുകിയത് ഇതുപോലെ ഒന്ന് കമത്തി വെക്കുക. കാരണം ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തിന് ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെള്ളം പോകാനാണ് ഇതുപോലെ കമഴ്ത്തി വെക്കണത്. അതിനുശേഷം പിന്നെ നല്ല ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മതിയോ. അപ്പോൾ ഇത് ഇവിടെ ഓൾറെഡി കുറച്ച് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ഈ കടച്ചക്ക കട്ട് ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് തിന്നാക്കണ്ട, ഒരുപാട് തിക്കാക്കാനും പാടില്ല. ഈ ഒരു രീതിയിൽ കുറച്ച് വണ്ണത്തിലുള്ള പീസസ് ആയിട്ടാണ് സാധനം നമ്മൾ കടച്ചക്കയുടെ ചിപ്സൊക്കെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ മുറിച്ചെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ചൂടൊക്കെ എല്ലാവരുടെയും നല്ലപോലെ കിട്ടും. നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഉണ്ടാക്കണേക്കാളും ചെറിയ ക്വാണ്ടിറ്റിക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കാം. ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കടച്ചക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതേ കടച്ചക്കയുടെ കഷ്ണങ്ങൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇപ്പൊ കണ്ടോ, എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കടച്ചക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരെണ്ണം ഇട്ട് നോക്കാം എണ്ണ തിളച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പീസസും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നല്ല തീയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആണ് വരെ വറുത്തെടുക്കാം. ഇതൊരു 3-4 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കേണ്ടി വരും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം എടുക്കും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാൻ, ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് കുറെ ബബിൾസ് ഒക്കെ പോലെ പതിയൊക്കെ പോലെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ബബിൾസ് ഒക്കെ മാറി വരും. ഇനി ഇതിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ഉപ്പില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപ്പുവെള്ളം ചേർക്കുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നീങ്ങി നിന്നിട്ട് മാത്രം ഉപ്പുവെള്ളം ഒഴിക്കാട്ടോ. ഒരുപാട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇന്ദുപ്പാണ്, ഇന്ദുപ്പിലാണ് വെള്ളം മിക്സ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഉപ്പ് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് അതിനുശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉപ്പും വെള്ളം ഒഴിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഫ്രൈ ചെയ്തത് കോരിയെടുക്കുക. അതിനുശേഷം പൊടിപ്പുണ്ടല്ലോ, അത് മിക്സ് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. കോരിയതിന് ശേഷം നമുക്കൊരു ഡ്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കോരി ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതായത് വറുത്തെടുത്തതിന് ശേഷം ഉപ്പെടുത്തിട്ട് ചൂടോടുകൂടി ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞോളൂ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട്. ഇതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് ബാച്ച് ആയിരുന്നു കേട്ടോ. 3 ബാച്ച് ആയിട്ടാണ് ഇതെല്ലാം വറുത്തെടുത്തത്. കണ്ടോ, നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടച്ചക്ക ചിപ്സ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടച്ചക്ക വറുത്തത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ കടച്ചക്ക ഉണ്ടല്ലോ, അത് കുറച്ച് മൂപ്പ് കുറവുള്ളതായിരുന്നു കേട്ടോ. ശരിക്കും വറുക്കാൻ വേണ്ടിയിട്ട് നല്ല മൂത്ത കടച്ചക്കയാണ് നല്ലതായിട്ട് വരിക. അപ്പോഴാണ് നല്ല ഇതുപോലെ കളറിൽ വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഡാർക്ക് കളറിലേക്ക് വരും. ഇതിനിപ്പോൾ അത്ര നല്ല കളർ കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിലും നല്ല മൂത്ത കടച്ചക്ക എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്.
കണ്ടോ പോള വന്നിരിക്കുന്നുണ്ടോ? നല്ല ടേസ്റ്റിയോ. അപ്പൊ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമാവട്ടോ. പിന്നെ വിദേശത്തുള്ളവരൊക്കെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇതുപോലെയുള്ള സർപ്പക്കാവുകളും ഓക്കെ. പിന്നെ നന്ദുവിൻ്റെ ഒരു ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനിടയിൽ. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. ഈ പ്രാവശ്യം പിന്നെ ബർത്ത്ഡേക്ക് പുറത്തു നിന്നായിരുന്നു ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി കാണാൻ പോണത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലത്തെ ഉത്സവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പറവയ്ക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്കുള്ളവർക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും.
ചെയ്യാം.